വരുന്നുണ്ട്. ഇന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് തന്നെ കാര്യം. എവിടെ പോയി കിടക്കുന്നു? ഓ എത്തിയോ? എന്നാണ് അമ്മച്ചി ഒരക്ഷരം പോലും പറയാതെ നേരം വെളുക്ക് മുന്നേ അങ്ങ് ഇറങ്ങി പോയല്ലോ. അതെ, മോള് നല്ല ഉറക്കായിരുന്നു. ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ, അത്രേ ഉള്ളൂ. രാവിലെ എത്ര മരുന്ന് കഴിക്കാനുള്ളതാ? സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാലോ അമ്മച്ചിക്ക്. എന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നീ ഉണ്ടല്ലോടി ത്രേസ്യേ, അല്ലയോ? ഓ, എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടാവും അമ്മച്ചിക്ക്. എന്റെ ത്രേസ്യേ, ദാ നോക്കിയടി, പുഞ്ചക്കരയിലെ 3 ഏക്കർ സ്ഥലത്തുനിന്ന് കിട്ടിയതാ. അതെങ്ങനെയാ? തേങ്ങയെല്ലാം താഴെ വീണ് കിളിർക്കാൻ തുടങ്ങി. ഇതൊക്കെ നോക്കാനും പിടിക്കാനും ആള് വേണ്ടേ? ഒരാളിവിടെ ഉള്ളത് 24 മണിക്കൂർ ഉറക്കവാ. എന്തിയേ ആന്റെ പച്ചായൻ? ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ. ഞാനിവിടെ ഉണ്ട്. ആ, ആന്റെ പച്ചായൻ ഇഞ്ഞു വന്നേ. ഇതെല്ലാം വെക്കം പെറുക്കി ആ തൊഴുത്തിലോട്ടിടാൻ നോക്ക്. ഞാനോ? എന്നാ അതും കൂടി ഞാൻ ചെയ്യണം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ ചെല്ലേ. കുഴി മടിയൻ, ദേഹം ഒന്ന് ഇളകട്ടെ. അല്ലയോടി, വാടി. ഇതെന്നതാ അമ്മച്ചി? വാറ്റ്. വാറ്റടി. വാറ്റോ? ആ, എന്റെ അമ്മച്ചി ദേ, ഇനി ഇതിവിടെ നടക്കുകയല്ല കേട്ടോ. എടി, ഇത് സാധാരണ വാറ്റല്ല, ഇതിത്തിരി കൂടിയ അനവാ. അതും മുന്തിരിയിട്ട് വാറ്റിയതാ. ഇത് കഴിച്ചാലേ എന്റെ ത്രേസ്യേ വെളുത്ത് ചുമന്ന് മദാമ്മയെ പോലെ ആവുമെന്നാ. ആര് പറഞ്ഞു? ദേ അവൻ കാട്ടുപോയിട്ട് തിരിച്ചുണ്ട. കൊള്ളാം. അപ്പൊ അമ്മച്ചി ഒരു കാര്യം ചെയ്. ഈ ചട്ടയും മുണ്ട് മാറ്റി വെച്ച് കൈയില്ലാത്ത ബനിയനും കുട്ടി നിക്കറും ഇട്ട് ജർമ്മനിയിലോട്ടങ്ങ് പോയാ മതി. വല്ല സായിപ്പിനെയും കെട്ടി 4 എണ്ണം അടിച്ച് അവിടെ അങ്ങ് കഴിഞ്ഞു. അമ്മച്ചിയുടെ പുന്നാര മോനുണ്ടല്ലോ അവിടെ, ജോബി. ദേ, ഓ ഇത്തിരി വെള്ളം അനത്തിയിട് മോളെ. അമ്മച്ചി ഒന്ന് കുളിക്കട്ടെ. അനുസരണയില്ലാത്തൊരു അമ്മച്ചി. ഇങ്ങത്താ. ഇപ്പൊ എന്റെ കണ്ടുപോയനെ അറിയാമോ? പിന്നല്ലാതെ കുറെ നേരമായല്ലോ കണ്ണാടിക്ക് മുന്നിൽ കുച്ചിപ്പുടി കളിക്കുന്നു. ഒരു സുന്ദരി ചമയല്. അതെ, സൗന്ദര്യമുള്ളവർക്കേ ചമയം പറ്റും. അതെനിക്ക് ഇത്തിരി കൂടിപ്പോയി. സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞൊഴുകയില്ലേ ചേച്ചിക്ക്? അങ്ങോട്ട് മാറി.